നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ആലപ്പുഴ ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT പരിശോധന 3 മണിക്കൂറായി തുടരുകയാണ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തന്ത്രിയുടെ ബന്ധവുമാണ് പരിശോധിക്കുന്നത്. തന്ത്രിയുടെ വീട്ടിലേക്ക് സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ച് സ്വർണ്ണാഭരണങ്ങളും പരിശോധിക്കുന്നുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചെങ്ങന്നൂരിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, SITയുടെ പരിശോധന ഇതാ 3 മണിക്കൂറിനടുത്തേക്ക് എത്തുകയാണ്. എന്തൊക്കെ വിവരങ്ങൾ തേടാൻ ശ്രമിക്കുന്നുണ്ട് അന്വേഷണ സംഘം? ഈ നീക്കത്തെ എങ്ങനെ കാണണം അശ്വിൻ പാലാഴി? രജിത്ത്, 2:50 അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ 3 മണിക്കൂർ പരിശോധന പൂർത്തിയാവുകയാണ്. അതിനിടയ്ക്ക് ചില നിർണായക സംഭവങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ചെങ്ങന്നൂരിലെ വീട്ടിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സ്വർണം അത് വിദഗ്ധമായി പരിശോധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് ഒരു സ്വർണ്ണ പണിക്കാരനെ അല്പസമയം മുമ്പ്, ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഈ വീട്ടിലേക്ക് എത്തിച്ചത്. ആ പരിശോധന, അതായത് സ്വർണ്ണപ്പണിക്കാരൻ നിലവിൽ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സ്വർണ്ണങ്ങളിൽ നടത്തുന്ന പരിശോധന 1 മണിക്കൂർ പിന്നിടുകയാണ്. അതിൽ പ്രധാനമായും അവർ പരിശോധിക്കുന്നത് ഈ സ്വർണ്ണത്തിൻ്റെ കാലപ്പഴക്കം, അതിൻ്റെ മൂല്യം അടക്കമുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധനയിൽ വ്യക്തമാകേണ്ടത്. അങ്ങനെ വ്യക്തമായാൽ അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഏതെങ്കിലും പരിശോധനയിൽ തെളിഞ്ഞാൽ നിലവിൽ റിമാൻഡിൽ തുടരുന്ന തന്ത്രിയെ സംബന്ധിച്ചത് കൂടുതൽ കുരുക്കാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് വാജിവാഹനമടക്കം നിലവിൽ ഈ വീട്ടിലുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. അതിലും ഒരു പരിശോധന ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധം അത് കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. അതിന് ഉതകുന്ന ഒരു പരിശോധന എന്ന് പറയുന്നത് തന്ത്രിയുടെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതും ഈ 3 മണിക്കൂറിനിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ, മകൾ, ഒപ്പം മരുമകൾ എന്നിവരാണ് നിലവിൽ വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘമാണ് നിലവിൽ SIT ടീമിനൊപ്പം ഈ വീടിനുള്ളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തന്ത്രിയും പോറ്റിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിവരം ചോദ്യം ചെയ്യലിൽ ഇവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൂടി വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതടക്കമുള്ള സമഗ്രവും നിർണായകവുമായ പരിശോധന ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ട് പോറ്റിയും തന്ത്രിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ് അന്വേഷണ സംഘത്തിന്റെ പരിശോധനയും നീക്കങ്ങളും തെളിവ് ശേഖരണവും ഒക്കെ ഉണ്ടാവുന്നത്. സ്വർണ്ണപ്പണിക്കാരനെ കൂടി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ച് അവിടെയുള്ള ആഭരണങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട് SIT. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ SIT. അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് SITയുടെ നീക്കം. ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിലേക്ക് മാറ്റി. ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പാളികൾ കൈമാറിയതെന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ലെന്നാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട തന്ത്രി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് തടഞ്ഞില്ലെന്നും SIT പറഞ്ഞിരുന്നു. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്നും തന്ത്രിക്കറിയാം. ശ്രീകോവിലിൽ സ്വർണം പൂശുമ്പോൾ തന്ത്രി സ്ഥാനം വഹിച്ച കണ്ഠരര് രാജീവർക്ക് പാളികളിലും സ്വർണം പതിച്ചതാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വിട്ടു നൽകിയതിൽ ദുരൂഹത ഉണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടോ എന്നുള്ളത് SIT പരിശോധിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. അതിനിടെയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത്. തുടർന്ന് കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു. തന്ത്രിക്ക് പിന്നാലെ ഇനി അന്വേഷണം നീളുന്നത് ആരിലേക്കെന്നും ആകാംക്ഷ ഉണർത്തുന്നുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ സർക്കാരിന് വിമർശനവുമായി കോൺഗ്രസും BJPയും. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയമുണ്ടെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. കുറ്റവാളികൾ ആരായാലും നിയമത്തിന് മുന്നിൽ വരണമെന്നാണ് CPIM നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റ് മുൻ ദേവസ്വം മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് ആരോപണം. അന്വേഷണം എല്ലാവരിലേക്കും എത്തണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജയിലിൽ കിടക്കുന്ന CPIMന്റെ 3 നേതാക്കളും തന്ത്രിയും മാത്രമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് K മുരളീധരൻ. മന്ത്രിമാർ അടക്കമുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന രമേശ് ചെന്നിത്തല. ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും നിയമാനുസൃതമായ നടപടികൾ
വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ച ആ കേസിൽ ഉൾപ്പെടേണ്ടവരെല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത്. ഇനിയും അന്വേഷണം പലരിലും എത്തേണ്ടതായിട്ടുണ്ട്, സ്വകാര്യമായിട്ട് ചോദ്യം ചെയ്തോളൂ ഉൾപ്പെടെ. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. അറസ്റ്റിന് പിന്നാലെ BJP നേതാക്കൾ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത് അല്ല, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ചോദിക്കുന്നു, ആരുടെ ഉത്തരവാദിത്തമാണത്? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ? അതേസമയം അന്വേഷണം ശരിയായ ദിശയിലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. ആരാണോ കുറ്റവാളി അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ, അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു, തന്ത്രിയെ പിടിക്കാൻ പാടില്ലെന്നാ. ന്യൂസ് ഡെസ്ക് 24. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഒഴിവാക്കാമായിരുന്നുവെന്ന് തന്ത്രി സമാജം. തന്ത്രിക്ക് വീഴ്ചയില്ല എന്നാണ് കരുതുന്നതെന്നും അറസ്റ്റിന് പിന്നിൽ മറ്റ് ചില താൽപ്പര്യങ്ങളുണ്ടെന്നും തന്ത്രി സമാജം ജോയിന്റ് സെക്രട്ടറി സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു. ഈ അറസ്റ്റ് തീർത്തും ഒഴിവാക്കാവുന്നതായിരുന്നു എന്നാണ് നിയമവിദഗ്ധരുടെ ഉപദേശം പോലും. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആശങ്കാകുലരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുകയാണ്. നമുക്ക് കുറ്റപ്പെടുത്താനുള്ള ഒരു നമുക്കങ്ങനെ ഒരു ചിന്ത തന്നെ ഞങ്ങൾക്കില്ല. പക്ഷേ ഈ അവസരം വന്നത് കണ്ടു നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു താല്പര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. ജമാഅത്തെ ഇസ്ലാമി മാറാട് പരാമർശങ്ങളിൽ മാപ്പ് പറയില്ലെന്ന് മുതിർന്ന CPIM നേതാവ് AK ബാലൻ. തന്നെ ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമമെന്നും AK ബാലൻ കുറ്റപ്പെടുത്തി. മാറാട് അങ്ങനെ മറക്കേണ്ടെന്നും AK ബാലനെ തള്ളിയെന്ന് തന്നെക്കൊണ്ട് പറയിക്കാൻ ആരും ശ്രമിക്കേണ്ട എന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമായിരുന്നു AK ബാലന്റെ പ്രസ്താവന. ഇത് വിവാദമാക്കിയതിനു പിന്നാലെയാണ് ബാലനെതിരെ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചത്. എന്നാൽ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയാൻ മനസ്സില്ലെന്നും ജയിലിൽ പോകണമെന്നാണ് വിധിയെങ്കിൽ ജയിലിൽ പോകുമെന്നുമായിരുന്നു AK ബാലന്റെ പ്രതികരണം. അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവം സ്വീകരിച്ച് ജയിലിൽ പോകും. LDF അധികാരത്തിൽ വന്നാലേ മതസൗഹാർദ്ദം നിലനിൽക്കുകയുള്ളൂ എന്നാണ് തന്റെ വാദമെന്നും AK ബാലൻ. ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തോട് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾക്ക് വേണ്ടത് ഞാൻ AK ബാലനെ തള്ളി എന്ന് നാളെ ഫൈറ്റിംഗ് കൊടുക്കാനല്ലേ? അതിനെന്നെ കിട്ടൂല, തള്ളൂല. എതിരുന്നു അയാൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ തള്ളേണ്ട കാര്യം? മാറാട് പറയുന്നതിൽ എന്താ ഇത്ര പ്രയാസം നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്നതാണ്, മാറാട് കലാപത്തിന്റെ കാലം UDFന്റെ കാലമായിരുന്നല്ലോ. നിരവധി ആളുകളെ വെട്ടിക്കൊല്ലാനും ആ വെട്ടിക്കൊല്ലുന്നതിന് ഇടയാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും UDFന്റെ കാലത്തല്ലേ? അത് പറഞ്ഞു പോകുമ്പോഴെന്താ ഇത്ര വലിയ വിഷമം? മതവർഗീയതയ്ക്കെതിരായ വിമർശനങ്ങളെ മതവിമർശനമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമത്തെ CPIM ചെറുത്തു തോൽപ്പിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റിനായുള്ള വിജയ് ചിത്രം ജനനായകന്റെ പോരാട്ടം സുപ്രീം കോടതിയിലേക്ക്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. സെൻസർ ബോർഡ് നടപടിക്കെതിരെ കമൽഹാസൻ രംഗത്തെത്തി. സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഇന്നലെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തത്. കേസ് 21-ന് പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പീൽ സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചു. ഈ മാസം 9-ന് റിലീസ് ചെയ്യേണ്ട ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡ് തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ചിത്രം 9-അംഗ റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചത്. എന്നാൽ മറുപടി നൽകാൻ സമയം അനുവദിച്ചില്ലെന്ന സെൻസർ ബോർഡിന്റെ വാദം അംഗീകരിച്ച് സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയായിരുന്നു. അതിനിടെ സെൻസർ ബോർഡ് നടപടിക്കെതിരെ നടനും MP-യുമായ കമൽഹാസൻ രംഗത്തെത്തി. സർട്ടിഫിക്കേഷൻ നടപടികളിൽ സമൂലമായ മാറ്റം വേണം. സർട്ടിഫിക്കേഷന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കണം.
റിവ്യൂ സുതാര്യമായിരിക്കണം. മാറ്റങ്ങൾക്കായി ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ട സമയമായെന്നും കമൽഹാസൻ പ്രസ്താവനയിൽ പറഞ്ഞു. 24 ചെന്നൈ. കരൂർ ദുരന്തത്തിൽ നടപടി ആരംഭിച്ച് CBI. തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയുടെ പിടിച്ചെടുത്ത പ്രചാരണ വാഹനം വിട്ടുനൽകി. വാഹനം ഉപാധികളോടെയാണ് വിട്ടുനൽകിയത്. എപ്പോൾ ആവശ്യപ്പെട്ടാലും വാഹനം ഹാജരാക്കണം. ഈ മാസം 12-ന് ഡൽഹി ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് കാണിച്ച് CBI വിജയ്ക്ക് കഴിഞ്ഞ ദിവസം സമൻസ് അയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രചാരണ വാഹനം കസ്റ്റഡിയിൽ എടുത്തത്. പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച സംസ്കൃത അധ്യാപകൻ അനിലിനെതിരെ കൂടുതൽ പരാതികൾ. അധ്യാപകനെതിരെ 10 വിദ്യാർത്ഥികൾ കൂടി മൊഴി നൽകി. പീഡന വിവരം മറച്ചുവെച്ച അധ്യാപകരെ അന്വേഷണ സംഘം പ്രതി ചേർക്കും. പഴുതടച്ച അന്വേഷണമുണ്ടാകുമെന്ന് CWC ജില്ലാ ചെയർമാൻ M. സേതുമാധവൻ 24-നോട് പറഞ്ഞു. കേസ് അന്വേഷിക്കാൻ നിയോഗിച്ച വനിതാ പോലീസ് സംഘത്തിന് മുമ്പാകെയാണ് കുട്ടികളുടെ തുറന്നുപറച്ചിൽ. റിമാൻഡിൽ കഴിയുന്ന സംസ്കൃത അധ്യാപകൻ അനിൽ പലപ്പോഴായി പീഡിപ്പിച്ചു. നേരത്തെ 5 കുട്ടികളും സമാനമായി CWCക്ക് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് CWC പാലക്കാട് ജില്ലാ ചെയർമാൻ സേതുമാധവൻ 24-നോട് പറഞ്ഞു. ഇതേ അധ്യാപകനെതിരെ വളരെ ഗൗരവ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി. ഈ 5 കുട്ടികളുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഉടനടി അത് ഇന്നലെ തന്നെ പോലീസിന് കൈമാറുകയും പോലീസ് അതിലെ FIR ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുതുതായി മൊഴി നൽകിയ വിദ്യാർത്ഥികളെ CWCയുടെ കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. പീഡന വിവരം അറിഞ്ഞിട്ടും പോലീസിൽ അറിയിക്കാതിരുന്ന സ്കൂളിലെ അധ്യാപകരെയും കേസിൽ പ്രതി ചേർക്കും. 6 വർഷം മുമ്പാണ് പ്രതി സ്കൂളിലെത്തിയത്. അന്നു മുതലുള്ള ഇയാളുടെ പശ്ചാത്തലവും മലമ്പുഴ പോലീസ് അന്വേഷിച്ചു വരികയാണ്. 24 പാലക്കാട്. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടു എന്ന വിവാദ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് മേയർ VK മിനിമോൾ. തനിക്ക് എല്ലാവരുടെയും പിന്തുണ കിട്ടിയെന്നും വൈകാരികമായി പറഞ്ഞതാണെന്നും VK മിനിമോൾ പറഞ്ഞു. അതിനിടെ ആർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചു. കൊച്ചി മേയറായി VK മിനിമോളുടെ വിജയത്തിന് സഭയും സഹായിച്ചിട്ടുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിൻ്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ വരുന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി. കൊച്ചിയിൽ നടന്ന കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ജനറൽ അസംബ്ലിയിലെ ഈ വാക്കുകളിൽ നിന്നാണ് മേയർ VK മിനിമോളുടെ മലക്കം മറിച്ചിൽ. മേയർ പദവി തനിക്ക് ലഭിക്കുന്നതിനായി പിതാക്കന്മാർ സംസാരിച്ചുവെന്നും അർഹതയ്ക്കപ്പുറം തനിക്ക് സമ്മാനിച്ചുവെന്നും രാവിലെ പറഞ്ഞ മിനിമോൾ വൈകിട്ട് അത് മാറ്റി. തനിക്കായി എല്ലാവരും സംസാരിച്ചുവെന്നും രാവിലെ നടന്നത് വൈകാരിക പ്രകടനം മാത്രമായിരുന്നുവെന്നും VK മിനിമോൾ. ലത്തീൻ സമുദായം മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളും എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടർമാരടക്കമുള്ള എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നിട്ടും എന്നെ ആ വേദിയിലേക്ക് ക്ഷണിച്ചതിലും അതിൻ്റെ ഒരു ഞാൻ നന്ദി പറഞ്ഞപ്പോൾ അതിവൈകാരികമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രം. അതേസമയം VK മിനിമോളുടെ പ്രതികരണത്തിന് പിന്നാലെ ഒളിയമ്പുമായി ദീപ്തി മേരി വർഗീസും രംഗത്തെത്തി. ആർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് ദീപ്തി മേരി വർഗീസ്. എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് നയം. അങ്ങനെ പ്രത്യേകമായ ഒരു പരിഗണനയും കൊടുക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതെന്താണ് അവർ പറഞ്ഞതെന്നുള്ളത് അവർ പറയട്ടെ. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, എന്തിനു പറഞ്ഞു എന്നുള്ളത് അറിയില്ല. കൊച്ചി മേയറായി VK മിനിമോളുടെ വിജയത്തിന് സഭയും സഹായിച്ചിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സഭയും അവരെ വിജയത്തിന് സഹായിച്ചിട്ടുണ്ടാവും. ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നീ പേരുകളാണ് ആദ്യഘട്ടത്തിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. മേയർ സ്ഥാനം ലത്തീൻ സമുദായത്തിൽ നിന്ന് വേണമെന്ന് ആവശ്യമുയർന്നതോടെ ചർച്ച VK മിനിമോളിലും ഷൈനി മാത്യുവിലും ഒതുങ്ങി. KPCCയുടെ മാനദണ്ഡം അട്ടിമറിക്കപ്പെട്ടു എന്ന ദീപ്തിയുടെ പരാതി നേതൃത്വത്തിന് മുന്നിലുള്ളപ്പോഴാണ് മേയർ പദവിക്കായി സഭ ഇടപെട്ടു എന്ന VK മിനിമോളുടെ പരസ്യപ്രതികരണം വന്നത്. 24 കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. ദേവികുളം മുൻ MLA-യും CPIM നേതാവുമായിരുന്ന S. രാജേന്ദ്രൻ BJP-യിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തിയെന്ന് S. രാജേന്ദ്രൻ 24-നോട് പറഞ്ഞു. ദേവികുളത്ത് മത്സരിക്കില്ലെന്നും S. രാജേന്ദ്രൻ വ്യക്തമാക്കി. രാജീവ് ചന്ദ്രശേഖറുമായി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു S. രാജേന്ദ്രന്റെ BJP പ്രവേശന ചർച്ച. നേരത്തെ ഡൽഹിയിലെത്തി പ്രകാശ് ജാവദേക്കറുമായും ചർച്ച നടത്തിയിരുന്നു. BJP-യിൽ ചേരുന്നതിൽ വ്യക്തി താൽപര്യമില്ലെന്നും പ്രത്യേക നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും രാജേന്ദ്രൻ. പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇതേ ഉള്ളൂ കാര്യം. കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല.
അതാണ് സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്, സംസാരിച്ചിട്ടുണ്ട്. BJP നേതാക്കൾ പങ്കെടുത്ത് മൂന്നാറിൽ നടക്കുന്ന യോഗത്തിൽ രാജേന്ദ്രൻ BJP അംഗത്വം സ്വീകരിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ LDF സ്ഥാനാർത്ഥി A. രാജയെ തോൽപ്പിക്കാൻ രാജേന്ദ്രൻ ശ്രമിച്ചുവെന്ന് CPIM കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ സസ്പെൻഷൻ. പിന്നീട് പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും രാജേന്ദ്രൻ വഴങ്ങിയില്ല. 24 ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് CPIM നേതാവ് EP ജയരാജൻ. സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചാൽ വിജയസാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൽ കഴമ്പില്ലെന്ന് EP തുറന്നടിച്ചു. അടുത്ത പുസ്തകം എഴുതി തുടങ്ങിയെന്നും 24 ആൻസർ പ്ലീസിൽ EP ജയരാജൻ പറഞ്ഞു. EP വീണ്ടും ആത്മകഥ എഴുതുകയാണ്. 24ന്റെ ആൻസർ പ്ലീസിലാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ വെളിപ്പെടുത്തൽ. രണ്ടാമത്തെ ആത്മകഥ എഴുതി തുടങ്ങിക്കഴിഞ്ഞു. അറിയപ്പെടാത്ത പലതും അതിലുണ്ടാകും. ഒന്നാമത്തെ ആത്മകഥ പോലെ ആകില്ലെന്നും EP ജയരാജൻ തുറന്നു പറഞ്ഞു. അടുത്ത പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികം താമസിയാത്ത പ്രസിദ്ധീകരിക്കും. അത് ഈ പുസ്തകം പോലെ ആയിരിക്കില്ല. അതിൽ പറയാത്ത പലതും ഉണ്ടാവും. നിങ്ങൾക്ക് അറിയപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതൊരു ഏത് രീതിയിലായിരിക്കും? അതിൻ്റെ ഒരു സൂചനകൾ നല്ല രീതിയിൽ തന്നെയായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുന്ന EP സിറ്റിംഗ് MLA-മാർ വിജയസാധ്യത കണക്കിലെടുത്ത് വീണ്ടും മത്സരിക്കണമെന്ന ചർച്ചയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. സിറ്റിംഗ് MLA-മാരെ തോൽപ്പിച്ച ചരിത്രം കേരളത്തിലില്ലേ? പരിചയസമ്പന്നത എന്നത് കഴമ്പില്ലാത്ത ചർച്ചയാണെന്നും EP ജയരാജൻ പറഞ്ഞു. ഒരാൾ തന്നെ സ്ഥിരം എത്ര കാലം നിങ്ങളുടെ ഇരിക്കുന്നത്, ഇനി ഇങ്ങോട്ട് വരണം, തോൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വലിയ കഴമ്പുള്ളതല്ല. അത് കാരണം ഇതൊക്കെ വെറും വ്യാഖ്യാനങ്ങളാണ്. MV ഗോവിന്ദൻ മാസ്റ്ററുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പാർട്ടിയിൽ സംതൃപ്തനാണോ? അങ്ങനെ ഇതുവരെ പറയാത്ത പലതും EP തുറന്നു പറയുകയാണ് 24ന്റെ ആൻസർ പ്ലീസിൽ. ക്യാമറമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. രാത്രി 10:15 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അമിത്ഷാ നാളെ രാവിലെ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡംഗങ്ങളുടെ യോഗത്തിൽ സംസാരിക്കും. മാരാർജി ഭവനിലെ കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള സംസ്ഥാന നേതൃയോഗത്തിലും പങ്കെടുക്കും. അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്ന് രാത്രി 7 മുതൽ 11:30 വരെയും നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയുമാണ് ഗതാഗത ക്രമീകരണം. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ മകരവിളക്ക് ദിനത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ഹൈക്കോടതി. 35,000 പേർക്ക് മാത്രമാണ് മകരവിളക്ക് ദിവസം പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം സന്നിധാനത്ത് ഭക്തജന തിരക്കിന് ഇന്ന് നേരിയ കുറവ് അനുഭവപ്പെട്ടു. എരുമേലിപ്പേട്ട തുള്ളൽ നാളെ നടക്കും. ബെന്നീസ് റോയൽ ടൂർസ് അവതരിപ്പിക്കുന്ന ബെന്നീസ് വേൾഡ് ട്രാവൽ ബിസിനസ് എക്സ്പോ 2026 കൊച്ചിയിൽ തുടക്കമായി. കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ക്യൂബൻ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസാൻ അഗ്യുലേര എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പ്രതിനിധികളെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ചടങ്ങിൽ ആദരിച്ചു. യാത്രയും ബിസിനസ്സും ഒരുമിച്ച് അനുഭവിക്കാവുന്ന രാജ്യത്തെ ആദ്യ പ്രദർശനമാണ് ബെന്നീസ് വേൾഡ് ട്രാവൽ ബിസിനസ് എക്സ്പോ 2026. കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ ഇന്നും നാളെയുമാണ് എക്സ്പോയുടെ ആദ്യഘട്ടം. ക്യൂബൻ റിപ്പബ്ലിക്കിന്റെ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസാൻ അഗ്യുലേര എക്സ്പോ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പ്രമുഖരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ആദരിച്ചു. നല്ല വളർച്ചയുള്ള ഒരു സ്ഥാപനമാണ് ബെന്നി ടൂർസ് എന്ന് പറയുന്നത്. കേരളം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ വളരുന്നത് ടൂറിസ്റ്റിലും അതുപോലെയുള്ള മേഖലകളിലും തന്നെയാണ്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വിദേശ നാടുകൾ കാണിക്കാനുള്ള അവസരം ബെന്നി റോയൽ ടൂറിസം ഞാൻ ആശംസിക്കുന്നു. ഫെബ്രുവരി 14 വരെ കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി നടക്കുന്ന ഈ അന്താരാഷ്ട്ര എക്സ്പോയിൽ 20 പുതിയ രാജ്യങ്ങൾ ഉൾപ്പെടെ 140 രാജ്യങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകൾ അവതരിപ്പിക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ടുള്ള ടൂർ പാക്കേജുകൾ, ആഡംബര ക്രൂയിസ് കമ്പനികളുടെ ഡയറക്ട് സ്റ്റാളുകൾ, സ്പോട്ട് ബുക്കിംഗുകൾക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നിവ എക്സ്പോയുടെ പ്രധാന ആകർഷണങ്ങളാണ്. യാത്രകളെ പ്രണയിക്കുന്ന മലയാളികൾക്കുള്ള അവസരമാണ് എക്സ്പോ എന്ന് ബെന്നീസ് റോയൽ ടൂർസ് മാനേജിംഗ് ഡയറക്ടർ ബെന്നി പാനികുളങ്ങര. യാത്രക്കാർക്ക് വലിയ ഒരു ഫെസ്റ്റിവൽ സീസണാണ് ഞങ്ങൾ ഈ വേൾഡ് ട്രാവൽ എക്സ്പോയിൽ കൊടുക്കുന്നത്. അങ്ങനെയുള്ള വലിയ ഒരു ബിസിനസ്, ട്രാവൽ, കൾച്ചർ,
ഫുഡ് എക്സ്പോയാണ്. ഈ വേൾഡ് ട്രാവൽ എക്സ്പോയിലൂടെ ബെനീസ് റോയൽ ടൂർസ് മലയാളികളായ യാത്രാപ്രേമികളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ചടങ്ങിന്റെ ഭാഗമായി 20 പുതിയ അന്താരാഷ്ട്ര ഡെസ്റ്റിനേഷനുകളുടെ ഔദ്യോഗിക ലോഞ്ച് ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് നിർവഹിച്ചു. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി കബായ ഡാൻസ് ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. കൊച്ചി. ഈ റിപ്പോർട്ടോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്. ഇനി പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി കാണാം. പ്രേക്ഷകർക്കൊപ്പം B. ദിലീപ് കുമാർ എത്തും. നമസ്കാരം.